നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ചാലക്കുടിയിലെ ഏജന്റ് മുഖേന റഷ്യയിലെത്തി കൂലിപ്പട്ടാളത്തിൽ ചേർന്ന് കുടുങ്ങിയ മലയാളി യുവാക്കൾ സഹായം അഭ്യർത്ഥിക്കുന്ന വീഡിയോ പുറത്ത്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട തൃക്കൂർ സ്വദേശി സന്ദീപിനോടൊപ്പം റഷ്യയിൽ ജോലിക്കെത്തി ചതിക്കപ്പെട്ടവരാണ് നാട്ടിൽ തിരിച്ചെത്താൻ സഹായം തേടുന്നത്. മാള പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ ശൗചാലയം അടച്ചിട്ടതിനാൽ ജനങ്ങൾ ദുരിതത്തിൽ. മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ശൗചാലയമാണ് ഒരാഴ്ചയായി അടച്ചിട്ടിരിക്കുന്നത്. ചാലക്കുടി ട്രാംവേ മ്യൂസിയം ഇനിയും യാഥാർത്ഥ്യമായില്ല. സ്ഥലവും ഫണ്ടും അനുവദിച്ച് സജ്ജീകരണോദ്ഘാടനം വരെ നടത്തിയ മ്യൂസിയമാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും എങ്ങുമെത്താതെ കിടക്കുന്നത്. വാർത്തകൾ വിശദമായി. ചാലക്കുടിയിലെ ഏജന്റ് മുഖേന റഷ്യയിലെത്തി കൂലിപ്പട്ടാളത്തിൽ ചേർന്ന് കുടുങ്ങിയ മലയാളി യുവാക്കൾ സഹായം അഭ്യർത്ഥിക്കുന്ന വീഡിയോ പുറത്ത്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട തൃക്കൂർ സ്വദേശി സന്ദീപിനോടൊപ്പം റഷ്യയിൽ ജോലിക്കെത്തി ചതിക്കപ്പെട്ടവരാണ് നാട്ടിൽ തിരിച്ചെത്താൻ സഹായം തേടുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുമെന്ന പ്രതീക്ഷയിൽ റഷ്യയിലെത്തിയ യുവാക്കൾ ചതിക്കപ്പെട്ടതായും നാട്ടിലെത്താൻ സഹായിക്കണമെന്നും ആവശ്യം. ചാലക്കുടിയിലെ ഏജന്റ് വഴി റഷ്യയിലെത്തിയ 6 പേർ റഷ്യയുടെ കൂലിപ്പട്ടാളത്തിൽ ചേരേണ്ടി വന്നതായും ഇപ്പോൾ റഷ്യയിൽ കുടുങ്ങിയ അവസ്ഥയിലാണെന്നും പറയുന്നു. യുക്രൈനിൽ കൊല്ലപ്പെട്ട റഷ്യൻ സംഘത്തിലെ തൃക്കൂർ സ്വദേശി സന്ദീപ് ചന്ദ്രനൊപ്പം റഷ്യയിൽ എത്തിയവരാണ് ഇപ്പോൾ റഷ്യയിൽ അകപ്പെട്ടിരിക്കുന്നത്. കൊടകര കനകമല സ്വദേശി സന്തോഷ് ഷൺമുഖൻ, കുട്ടനെല്ലൂർ സ്വദേശി ബിനിൽ, മണലൂർ സ്വദേശി ജെയിൻ, എറണാകുളം കുറുമ്പശ്ശേരി സ്വദേശി റെനിൽ തോമസ്, കൊല്ലം മേയന്നൂർ സ്വദേശി സിബി തോമസ് എന്നിവരാണ് സംഘത്തിലുള്ളത്. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന 5 പേരും നിലവിൽ തലസ്ഥാനമായ മോസ്കോയിൽ നിന്നും 1200 കിലോമീറ്ററിലധികം ദൂരമുള്ള ബഹ്മത് എന്ന സ്ഥലത്തെ പട്ടാള ക്യാമ്പിലാണുള്ളത്. യുദ്ധമുഖത്ത് തൽക്കാലം സുരക്ഷിതരാണെങ്കിലും എന്തും സംഭവിക്കാമെന്ന ആശങ്കയിലാണിവർ. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഇവർ റഷ്യയിലെത്തിയത്. സൈന്യത്തിൽ ചേർന്നതോടെ വിവിധ സ്ഥലങ്ങളിലെ ക്യാമ്പുകളിലേക്ക് മാറേണ്ടി വന്നു. ചെറിയ ജോലികളാണെങ്കിലും ഉയർന്ന ശമ്പളം ലഭിക്കുമെന്നുള്ള വാഗ്ദാനത്തിൽ വിശ്വസിച്ചാണ് 6 പേരും റഷ്യയിലെത്തിയത്. ടൂറിസ്റ്റ് വിസയിൽ എത്തിയതിനു ശേഷമാണ് ഇവർക്ക് റഷ്യൻ പൗരത്വം എടുക്കണമെന്നും സൈന്യത്തിൽ ചേരണമെന്നും മനസ്സിലായത്. ഇക്കാര്യങ്ങൾ നാട്ടിലറിയിക്കാതെ പലരും രഹസ്യമായി സൂക്ഷിച്ചെങ്കിലും സന്ദീപിന്റെ മരണത്തോടെയാണ് പ്രശ്നങ്ങൾ ബന്ധുക്കൾ അറിയുന്നത്. റഷ്യയിൽ കുടുങ്ങിയ ഉറ്റവരെ നാട്ടിലെത്തിക്കണമെന്ന ആവശ്യവുമായി പലരുടെയും ബന്ധുക്കൾ വിദേശകാര്യ മന്ത്രാലയത്തിന് നിവേദനം നൽകിയിട്ടുണ്ട്. എന്നാൽ 2 രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര പ്രശ്നം കൂടിയായതിനാൽ ഇന്ത്യൻ എംബസിക്ക് വിഷയത്തിൽ ഇടപെടാൻ പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിൽ അടിയന്തര നീക്കം നടത്തണമെന്നും കുടുങ്ങിക്കിടക്കുന്നവരെ നാട്ടിലെത്തിക്കാൻ സഹായിക്കണമെന്നുമാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. യുദ്ധം നടക്കുന്നുണ്ടെങ്കിലും യൂറോപ്യൻ സാമ്പത്തിക ശക്തിയായ റഷ്യ യുവാക്കൾക്ക് വലിയ പ്രലോഭനമാണ്. ഹോട്ടൽ ജോലി, ഇലക്ട്രീഷ്യൻസ്, ഹൗസ് കീപ്പിംഗ്, ഗാർഡനിംഗ് തുടങ്ങിയ ജോലികൾക്കാണ് ഏജൻസികൾ ആളുകളെ റഷ്യയിലേക്ക് കൊണ്ടുപോകുന്നത്. സന്ദർശക വിസ, ഗസ്റ്റ് വിസ, ബിസിനസ് വിസ എന്നെല്ലാം പേരുകളിൽ വിസയും ഈ ഏജൻസികൾ സംഘടിപ്പിച്ചു നൽകുന്നുണ്ട്. റഷ്യയിലെത്തിയാൽ പൗരത്വം നേടാമെന്ന വലിയ പ്രലോഭനവും ഏജൻസികൾ മുന്നോട്ട് വയ്ക്കുന്നു. റഷ്യൻ പൗരത്വം നേടാനുള്ള വഴികളിലൊന്നാണ് സൈന്യത്തിൽ ചേരുന്നത്. റഷ്യയിൽ നിന്ന് വിവാഹം കഴിക്കുന്നവർക്കും അവിടെ ബിസിനസ് തുടങ്ങുന്നവർക്കും റഷ്യ പൗരത്വം അനുവദിക്കും. ഇത്തരത്തിൽ വിസ അനുവദിക്കുന്നവർക്ക് റഷ്യൻ യുവതികളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതിനുള്ള രേഖകൾ വരെ നൽകുന്ന ഏജൻസികളുമുണ്ട്. ഈ ഏജൻസികൾ വഴി റഷ്യയിലെത്തുന്നവരിൽ ഭൂരിഭാഗവും അവിടെ എത്തിയ ശേഷമാണ് കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കുന്നത്. എന്നാൽ നാട്ടിലെ അവസ്ഥയും കുടുംബത്തിന്റെ സാമ്പത്തിക പരാധീനതകളും ഓർത്ത് അവിടെ തന്നെ തുടരാൻ നിർബന്ധിതരാവുകയാണ് പലരും. മീഡിയ ടൈം, തൃശൂർ. മാള പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ ശൗചാലയം അടച്ചിട്ടതിനാൽ ജനങ്ങൾ ദുരിതത്തിൽ. മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ശൗചാലയമാണ് ഒരാഴ്ചയായി അടച്ചിട്ടിരിക്കുന്നത്. ശൗചാലയം തുറക്കാത്തതിനാൽ ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാരും നാട്ടുകാരും സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. ശൗചാലയം തുറക്കാത്തതിനാൽ ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാരും നാട്ടുകാരും സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. സ്ത്രീകളായ ചില യാത്രക്കാർ 200 മീറ്റർ ദൂരം പോയി പഞ്ചായത്ത് കാര്യാലയത്തിനകത്തെ ശൗചാലയത്തെയാണ് ആശ്രയിക്കുന്നത്. പുറത്തുനിന്നുള്ള യാത്രക്കാരാണ് കൂടുതൽ ദുരിതത്തിലായത്. മാളയിലെ ഏക പൊതു ശൗചാലയമാണ് ഒരാഴ്ചയായി അടച്ചിട്ടത്. ശൗചാലയത്തിന്റെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞതാണ് അടച്ചിടാൻ കാരണമായി കരാറുകാരൻ അറിയിച്ചിട്ടുള്ളതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു പറഞ്ഞു. മാള ഗ്രാമപഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡിലുള്ള ശൗചാലയം ഒരു 3-4 ദിവസമായിട്ട് തുറക്കാൻ സാധിച്ചില്ല. ഇവിടെ നോക്കുന്ന ആൾ വന്നതായിട്ട് പറഞ്ഞു അവിടുത്തെ ടോയ്ലറ്റ് നിറഞ്ഞു കിടക്കുകയാണ്. അടിയന്തരമായിട്ട് പെട്ടെന്ന് തന്നെ കമ്മിറ്റിയിൽ അജണ്ട വെച്ച് തീരുമാനം എടുത്തു അത് മാറ്റാനുള്ളത്.
ഇപ്പോൾ നമ്മൾ പുറമെയുള്ള ഒരാളുകൾക്ക് കൊടുത്തന്നെ പല സ്ഥലങ്ങളിലും വ്യത്യസ്ത മാലിന്യം പല സ്ഥലങ്ങളിലും ജലാശയങ്ങൾ തള്ളി എന്നുള്ളൊരു പേര് ഉള്ളതുകൊണ്ട് ആ ഒരു ഇത് നമുക്ക് വരരുതെന്നുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ ഗവൺമെൻറ് ഏജൻസിയിലേക്ക് കൊടുക്കാമെന്നുള്ളതിൽ എടുക്കുന്ന ആളുകളെ ഏൽപ്പിക്കുക എന്നുള്ളതിലാണ് ഇന്നലെ നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്. എന്തായാലും ഇന്ന് വരാമെന്നാണ് ഏറ്റെടുത്തിരിക്കുന്നത്. കാലത്ത് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. എന്തായാലും നമ്മളത് ക്ലീൻ ചെയ്ത് തന്നെ കൊടുക്കാനാണ് പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേന തീരുമാനമെടുത്തിരുന്നത്. VR സുനിൽകുമാർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 22.65 ലക്ഷം രൂപ അടങ്കൽ തുക അനുവദിച്ച് നിർമ്മിച്ച ശൗചാലയം 2020 സെപ്റ്റംബർ 23-നാണ് തുറന്നത്. ഉദ്ഘാടന ശേഷം വെള്ളമില്ലാത്തതിനാൽ പലപ്പോഴും അടച്ചിടേണ്ട അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. മീഡിയ ടൈം, മാള. ചാലക്കുടി ട്രാംവേ മ്യൂസിയം ഇനിയും യാഥാർത്ഥ്യമായില്ല. മുൻ MLA BD ദേവസ്യയുടെ ശ്രമഫലമായി സ്ഥലവും ഫണ്ടും അനുവദിച്ച് സജ്ജീകരണോദ്ഘാടനം വരെ നടത്തിയ മ്യൂസിയമാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും എങ്ങും എത്താതെ കിടക്കുന്നത്. ഗവൺമെന്റ് ITIക്ക് സമീപം ട്രാംവേയും വർക്ക്ഷോപ്പ് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്താണ് മ്യൂസിയം ഒരുക്കുന്നത്. സനീഷ് കുമാർ ജോസഫ് MLAയുടെ നിസ്സഹകരണമാണ് മ്യൂസിയം തുറക്കുന്നതിന് കാലതാമസം നേരിടുന്നതെന്നാണ് ആക്ഷേപം ഉയരുന്നത്. 1901-ലാണ് ട്രാംവേയുടെ നിർമ്മാണം ആരംഭിച്ചത്. 1905-ൽ നിർമ്മാണം പൂർത്തീകരിച്ചു. കൊച്ചി രാജാവായിരുന്ന രാമവർമ്മ 15-ാമനാണ് ട്രാംവേ സ്ഥാപിച്ചത്. ബ്രിട്ടീഷുകാരുടെ റെയിൽവേ പാളത്തിന്റെ സാങ്കേതിക വിദ്യയും ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ തയ്യാറാക്കിയ എഞ്ചിനും സമന്വയിപ്പിച്ചാണ് ട്രാംവേ യാഥാർത്ഥ്യമാക്കിയത്. ജർമ്മൻ കമ്പനിയായ ഹോളൻസ്റ്റൈൻ ആൻഡ് കോപ്പൽ കമ്പനിയാണ് ട്രാംവേ എഞ്ചിൻ രൂപകൽപ്പന ചെയ്തത്. ചാലക്കുടി മുതൽ പറമ്പിക്കുളം വരെയുള്ള 49.5 കിലോമീറ്റർ വരെയായിരുന്നു ട്രാംവേ സർവീസ് നടത്തിയത്. ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു ട്രാംവേ. വനത്തിലെ തേക്കിൻ തടികൾ വിറ്റ് കൊച്ചി രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുകയായിരുന്നു ട്രാംവേ നിർമ്മാണത്തിലൂടെ കൊച്ചി രാജാവ് ലക്ഷ്യമിട്ടത്. ട്രാംവേയുടെ വരവോടെ ചാലക്കുടിയിൽ ടൗൺഷിപ്പ് രൂപപ്പെട്ടു. ആംഗ്ലോ ഇന്ത്യൻസ്, ലത്തീൻ, CSI, പ്രോട്ടസ്റ്റാന്റ്, റാവുത്തർ, തമിഴ് സംസാരിക്കുന്ന പട്ടന്മാർ തുടങ്ങിയ വിവിധ മതസമൂഹങ്ങൾ ചാലക്കുടിയിലെത്തിയത് ട്രാംവേ ജോലി സംബന്ധമായാണ്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുണ്ടായിരുന്ന തടി ഡിപ്പോയിലെ ജോലിക്കാരെ താമസിപ്പിക്കാനായാണ് വിജയരാഘവപുരം കോളനി തന്നെ ഉണ്ടാക്കിയത്. 1963-ൽ ട്രാംവേ പൂർണ്ണമായും നിർത്തലാക്കി. റെയിൽപാളങ്ങളും എഞ്ചിനടക്കമുള്ളവ ഇരുമ്പ് വിലയ്ക്ക് വിൽപ്പന നടത്തുകയും ചെയ്തു. ഇനിയും ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ സംരക്ഷിക്കാനും പുതുതലമുറകൾക്ക് പരിചയപ്പെടുത്താനും ഗവേഷണ വിദ്യാർത്ഥികൾക്കുമായാണ് ഇപ്പോൾ മ്യൂസിയം ഒരുക്കുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. തൊഴിലാളികൾക്ക് സർക്കാർ അംഗീകരിച്ച തൊഴിൽ കാർഡ് ലഭ്യമാക്കുക, 60 വയസ്സ് പൂർത്തീകരിച്ച തൊഴിലാളികൾക്ക് പെൻഷൻ അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ലാൻഡ് കമ്മീഷൻ ഏജന്റ് യൂണിയൻ സർക്കാരിന് നിവേദനം സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. മാളയിൽ നടന്ന സമ്മേളനം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. KLCA ജില്ലാ പ്രസിഡന്റ് EM വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് NK ജ്യോതിഷ് കുമാർ, ജനറൽ സെക്രട്ടറി R വിഷ്ണുപ്രസാദ്, ജില്ലാ ജനറൽ സെക്രട്ടറി MP കുട്ടൻ, CM ജാഫർ ഖാൻ, TK ഉമ്മർ, KM ബീരാൻ, സുനികുമാർ തച്ചിലത്ത്, PA സത്യൻ, VN വേണുഗോപാൽ, AT മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്തു. നമുക്കറിയാം, കേരളത്തിലെ വസ്തുവിൽപ്പന രംഗത്ത് തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ എന്ന നിലക്ക് ഒരു നാടിൻ്റെ ഭാഗമായാണ് ഞാനും നിങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചു വന്നിരുന്നെങ്കിൽ കാലം നമ്മൾക്ക് മേലെ കരുതി വെച്ച കഷ്ടകാലങ്ങളുടെ പെരുമഴയായി ഈ കേരളത്തിനകത്ത് പെയ്തിറങ്ങിയപ്പോൾ ആ മഴയിൽ ഒലിച്ചു പോകാതെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞ ഒരു സംഘടനയുണ്ടെങ്കിൽ അത് കേരളത്തിലെ വസ്തുവിൽപ്പന രംഗത്തെ ഇടനിലക്കാരുടെ തൊഴിലാളി സംഘടനയായ നമ്മുടെ സംഘടനയാണ്. അത് KLCA. സന്യാസം എന്നത് ഒന്നിലും ഇടപെടാതിരിക്കുക എന്ന അവസ്ഥയല്ല, മറിച്ച് കുറെ കൂടി സമഗ്രതയിലും സഹിഷ്ണുതയിലും സമൂഹത്തിൽ ഇടപെടേണ്ട ഉത്തരവാദിത്വമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നത് ശ്രീനാരായണ ഗുരുവാണ് എന്ന് സ്വാമി ധർമ്മ ചൈതന്യ അഭിപ്രായപ്പെട്ടു. പുരോഗമന കലാസാഹിത്യ സംഘം കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രശസ്ത സാഹിത്യകാരൻ അശോകൻ ചരുവിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സുനിൽ P ഇളയിടം, ഡോക്ടർ MN വിനയ്കുമാർ, നടുമുറി ബാബു തന്ത്രികൾ, ഗീതാ സത്യൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ TA ഇക്ബാൽ, സുധീഷ് അമ്മവീട്, ജൈത്രൻ, KP രാജൻ, MS മോഹനൻ, മുസ്താഖ് അലി, വിപിൻ ചന്ദ്രൻ, TK ഗംഗാധരൻ, TK രമേഷ് ബാബു, UK സുരേഷ് കുമാർ, KK അൻസാർ, PJ മുഹമ്മദ് റാഫി,
ഉണ്ണി പിക്കാസോ, PH നിയാസ്, M രാഗിണി എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടിയിലെ ഏജന്റ് മുഖേന റഷ്യയിലെത്തി കൂലിപ്പട്ടാളത്തിൽ ചേർന്ന് കുടുങ്ങിയ മലയാളി യുവാക്കൾ സഹായം അഭ്യർത്ഥിക്കുന്ന വീഡിയോ പുറത്ത്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട തൃക്കൂർ സ്വദേശി സന്ദീപിനോടൊപ്പം റഷ്യയിൽ ജോലിക്കെത്തി ചതിക്കപ്പെട്ടവരാണ് നാട്ടിൽ തിരിച്ചെത്താൻ സഹായം തേടുന്നത്. മാള പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ ശൗചാലയം അടച്ചിട്ടതിനാൽ ജനങ്ങൾ ദുരിതത്തിൽ. മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ശൗചാലയമാണ് ഒരാഴ്ചയായി അടച്ചിട്ടിരിക്കുന്നത്. ചാലക്കുടി ട്രാംവേ മ്യൂസിയം ഇനിയും യാഥാർത്ഥ്യമായില്ല. സ്ഥലവും ഫണ്ടും അനുവദിച്ച് സജ്ജീകരണോദ്ഘാടനം വരെ നടത്തിയ മ്യൂസിയമാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും എങ്ങുമെത്താതെ കിടക്കുന്നത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.